നമസ്കാരം. കഴിഞ്ഞ ദിവസം ആലപ്പുഴ പോക്സോ കോടതി 285 ദിവസം പോക്സോ കേസിൽ പ്രതിചേർക്കപ്പെട്ട് ജയിലിലായിരുന്ന 75 വയസ്സുകാരനായ ഒരു വ്യക്തിയെ കുറ്റവിമുക്തനാക്കേണ്ടായി. ആലപ്പുഴ സ്വകാര്യ സ്കൂളിലെ സെക്യൂരിറ്റി ആയിരുന്ന വ്യക്തിയായിരുന്നു ഈ പ്രതിചേർക്കപ്പെട്ട ആൾ. സ്കൂളിൽ വെച്ച് പരിചയപ്പെട്ട മൈനറായ പെൺകുട്ടിയുടെ കുടുംബവുമായി ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ സൗഹൃദത്തിലാവുകയും ശേഷം അവരുടെ കുടുംബപരമായ ആവശ്യങ്ങളിലടക്കം ഈ വ്യക്തി സഹായിക്കുന്ന സാഹചര്യമൊക്കെ നിലവിലുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ പെൺകുട്ടി അതിന്റെ സുഹൃത്തിനോട് ഈ സെക്യൂരിറ്റി ജീവനക്കാരനായ വ്യക്തി ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചെന്നും അതിന്റെ ഭാഗമായി താൻ പ്രഗ്നന്റ് ആണ് എന്നെല്ലാം സുഹൃത്തിനോട് പറയുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ ഈ മനുഷ്യനെ പോക്സോ കേസിൽ പ്രതിചേർക്കുകയും ഇദ്ദേഹം ജയിലിലാവുകയും ചെയ്യും. ശേഷം പോലീസ് ചാർജ് ഷീറ്റ് സമർപ്പിക്കുന്നു. അതിനുശേഷം കേസിന്റെ ട്രയൽ ആരംഭിക്കുന്ന വേളയിൽ ഈ പെൺകുട്ടി കോടതി മുമ്പാകെ ഈ കേസിൽ ഇദ്ദേഹം തന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്നും തന്റെ ആൺ സുഹൃത്തായ കാമുകനാണ് തന്നെ ഉപദ്രവിച്ചെന്നും ആയതിന്റെ ഭാഗമായിട്ടാണ് താൻ പ്രഗ്നന്റ് ആയതെന്നും എല്ലാം കോടതി മുമ്പാകെ മൊഴിയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പുനരന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പുനരന്വേഷണം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെ ഈ കേസിൽ പ്രതിചേർക്കപ്പെടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം കോടതി കുറ്റവിമുക്തനാക്കി. 75 വയസ്സുള്ള ഒരു മനുഷ്യൻ 285 ദിവസക്കാലം ജയിലിൽ കഴിച്ചുകൂട്ടുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് വലിയ മാനുഷികപരമായ ചർച്ചകൾ പൊതുസമൂഹത്തിൽ അത്യാവശ്യമാണ്. സാധാരണ നമ്മളിപ്പോൾ സമീപകാലത്തായി കണ്ടുവരുന്ന ഒരുപാട് പോക്സോ കേസുകളിൽ ഏകദേശം 40% പോക്സോ കേസുകളിൽ പ്രതികൾ തെറ്റായി പ്രതിചേർക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. നിയമത്തിന്റെ സൗകര്യങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവരെ കൂടി പൊതുസമൂഹത്തിൽ തുറന്നു കാട്ടാൻ കഴിയണം. പോക്സോ ആക്ടിൽ തന്നെ തെറ്റായി പരാതികൾ കൊടുക്കുന്നവർക്കെതിരായി ശിക്ഷാ നടപടി സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം പരാമർശിച്ചിട്ടുണ്ട്. പോക്സോ ആക്ടിലെ സെക്ഷൻ 22(1) 22(2) 22(3) പ്രകാരം തെറ്റായി പരാതി കൊടുക്കുന്നവർക്കെതിരായി നിയമ നടപടി സ്വീകരിക്കാൻ കഴിയും. ഈ വ്യക്തിഹത്യ നടത്തുകയും വ്യക്തികൾക്ക് ഡാമേജ് ഉണ്ടാകുകയും ചെയ്യുന്നതിനെതിരായി മലീഷ്യസ് പ്രോസിക്യൂഷൻ നമ്മളിപ്പോൾ പുതുതായി നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 248 പ്രകാരം മലീഷ്യസ് പ്രോസിക്യൂഷൻ തെറ്റായി പ്രതിചേർക്കപ്പെടുകയും തെറ്റായി മൊഴികൾ കൊടുക്കുന്നതിനെതിരായി നിയമ നടപടി സ്വീകരിക്കാനുള്ള പ്രൊവിഷനുണ്ട്. ഇത് നേരത്തെ ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 211 മലീഷ്യസ് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് പരാമർശിച്ചത്. തെറ്റായി മൊഴി നൽകുകയും പരാതി നൽകുന്നതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിചേർക്കപ്പെട്ട് വർഷങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വരുന്ന നിരവധിയായിട്ടുള്ള മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. റീസെന്റ് ആയ ഒരു ബോംബെ ഹൈക്കോടതി ഒരു സ്ഫോടന കേസിലെ പ്രതികളെ വെറുതെ വിട്ട കുറ്റവിമുക്തരാക്കിയ വാർത്തകൾ വലിയ ചർച്ചകൾ പൊതുസമൂഹത്തിൽ ഉയർത്തിവിടുകയാണ്. തെറ്റായി പ്രതിചേർക്കപ്പെടുന്ന മനുഷ്യരുടെ മൗലികാവകാശങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ഓർപ്പിച്ചുകൊണ്ട് സ്റ്റേ ട്യൂൺ ലോ ടുഡേ. താങ്ക് യു.